പുതുതായിട്ടൊരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ പോസിറ്റീവ് റിസൾട്ട് കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് ഒന്ന് വേറെ തന്നെയാണ്. അത് അനുഭവിച്ചറിയുക തന്നെ വേണം. ഞാൻ ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്ത സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നത്. അത്രയും ലോവസ്റ്റ് പോയിന്റിലായിരുന്നത് കൊണ്ടാണ് ഇതെന്താണ് എന്ന് നോക്കാൻ ഞാൻ തീരുമാനിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ എന്റെ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പൊ പുള്ളി പറഞ്ഞു, വേണ്ട, ഇത് നമുക്ക് പറ്റിയ സംഭവമല്ല. പക്ഷെ ഈ ബിസിനസ് ഒരു 30-day ട്രയൽ പീരീഡ് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തീരുമാനിച്ചു അതൊന്ന് നോക്കാം. കാരണം നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഈ ബിസിനസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി നമുക്ക് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ടും എടുക്കാം. അപ്പൊ അതെടുത്തപ്പോഴാണ് എനിക്ക് ഈ ബിസിനസിന്റെ ശരിക്കും ഉള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായത്. ഇതിന്റെ പൊട്ടൻഷ്യലൊക്കെ എനിക്ക് മനസ്സിലാകുന്നു. കൂടാതെ ഫേസ്ബുക്കിൽ ഒരു VIP ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളുടെ ബിസിനസിന്റെ. അപ്പൊ അതിലേക്ക് നമുക്ക് ആക്സസും കിട്ടി. അവിടുന്ന് എനിക്ക് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു ഗ്ലോബൽ ബിസിനസ്സാണ്. ഒരു ഓൾമോസ്റ്റ് 270K ആൾക്കാർ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എക്സ്പീരിയൻസിന്റെ ഒന്നും ആവശ്യമില്ല. എന്നെ പോലെയോ അതിലധികമോ സ്ട്രഗിൾ ചെയ്ത ആൾക്കാർ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം 5 വർഷത്തിനുള്ളിൽ പലർക്കും അവരുടെ കടങ്ങളൊക്കെ വീട്ടാൻ പറ്റി, ജോബ് കിട്ടിയാൻ പറ്റി, മോർഗേജ് ഫ്രീ ആവാൻ പറ്റി, മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് വാങ്ങുന്നു, മോർ ഹോളിഡേയ്സ്, അങ്ങനെ പല മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ ഞാനും ഇത് ലെജിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ബിസിനസ്സിലൂടെ ഒരു സിസ്റ്റമാണ്. പിന്നെ എനിക്ക് എന്നിലുള്ള ഒരു വിശ്വാസവും. ഞാൻ എടുത്ത പല നല്ല തീരുമാനങ്ങളിൽ ഒന്ന് ആണിത്. ആൻഡ് ഐ ഫീൽ പ്രൗഡ് അബൌട്ട് ഇറ്റ്. ഈ ബിസിനസ് ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഫാമിലിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കണം, ഫാമിലിനെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. ഞങ്ങളുടെ മോന്റെ യൂണിവേഴ്സിറ്റി പഠനകാലത്ത് ഇത് ഞങ്ങൾക്ക് വളരെ ആശ്വാസമായിരുന്നു. നേരത്തെ ഞങ്ങൾ അധികം ഹോളിഡേക്കൊന്നും പോകാറുണ്ടായിരുന്നില്ല. നാട്ടിൽ എല്ലാ വർഷവും പോകുന്നത് ഒഴിച്ചാല് വേറെ ഹോളിഡേക്കൊന്നും അധികം പോകാറുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാ വർഷവും കുറഞ്ഞതൊരു 1-2 ഹോളിഡേസ് എങ്കിലും ഞങ്ങൾക്കുണ്ടാവും. ഈ കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് നോർവേ, മൊറോക്കോ, പോർച്ചുഗൽ, മാൽദീവ്സ് ഇത്രയും സ്ഥലങ്ങളിൽ പോയി. എക്സ്ട്രാ ഷിഫ്റ്റോ ലോങ് അവേഴ്സോ ഒന്നും ചെയ്യാതെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് ഈ ബിസിനസ് കൊണ്ട് മാത്രമാണ്. പണ്ട് ഇതൊക്കെ വെറും ഒരു സ്വപ്നമായിരുന്നു, ഹോളിഡേക്ക് പോവുക എന്നുള്ളത്. അപ്പൊ നിങ്ങളും ജോലിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ വേറെ എന്തെങ്കിലും ഒരു സോഴ്സ് ഓഫ് എക്സ്ട്രാ ഇൻകം വേണം എന്ന് ആഗ്രഹിക്കുന്നവരോ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ പ്ലീസ് കണക്ട് വിത്ത് മീ ഇൻ വാട്സ്ആപ്പ് ഓർ മെസ്സഞ്ചർ. താങ്ക് യു ആൻഡ് സീ യു സൂൺ.